ചരിത്രത്തിലെ ഏറ്റവും ദീർഘമേറിയതും സുസ്ഥിരവുമായ സാമൂഹിക വ്യവസ്ഥിതിയാണ് പുരുഷാധിപത്യം, പേട്രിയാർക്കി. ആധുനിക കാലത്തെ രാഷ്ട്രീയ വായനകളിൽ ഇതിനെ ഒരു കുറ്റകൃത്യമായി ചിത്രീകരിക്കാറുണ്ടെങ്കിലും ശാസ്ത്രീയവും പരിണാമപരവുമായ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് മറ്റൊന്നാണ്. പുരുഷാധിപത്യമെന്നത് ആരും ബോധപൂർവം അടിച്ചേൽപ്പിച്ച ഒരു ക്രൂരതയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വർഷത്തെ മനുഷ്യപരിണാമത്തിൽ ജൈവികവും മനഃശാസ്ത്രപരവുമായ നിയമങ്ങൾക്ക് അനുസൃതമായി രൂപപ്പെട്ടുവന്ന ഏറ്റവും യുക്തിസഹമായ അതിജീവന തന്ത്രമാണ് സർവൈവൽ സ്ട്രാറ്റജി. പ്രകൃതിയുടെയും മനുഷ്യമനസ്സിന്റെയും ഘടനയെ മുൻനിർത്തി പുരുഷാധിപത്യത്തിന്റെ പ്രായോഗികതയെയും ന്യായങ്ങളെയും 5 പ്രധാന തലങ്ങളിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം. 1. ജൈവികമായ സവിശേഷതകളും പ്രകൃതിയുടെ ഉത്തരവാദിത്ത വിഭജനവും. ബയോളജിക്കൽ ഡിറ്റർമിനിസം. പ്രകൃതി സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ ശരീരവും വ്യത്യസ്തമായ ജൈവിക ദൗത്യങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ല. ലൈംഗിക ദിരൂപത, സെക്ഷൽ ഡൈമോർഫിസം. മനുഷ്യവർഗത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ശരാശരി 15 മുതൽ 20% വരെ ശരീരഭാരവും ഉയർന്ന അസ്ഥിസാന്ദ്രതയും ബോൺ ഡെൻസിറ്റി 40% അധികം പേശിബലവും മസിൽ മാസ് പ്രകൃതി നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം ഉയർന്ന അളവിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പുരുഷന് കടുത്ത അഗ്രഷൻ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും നൽകുന്നു. ഗർഭധാരണവും അതിന്റെ പരിമിതികളും. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് സ്ത്രീയുടെ ഗർഭപാത്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവശേഷമുള്ള ആദ്യ വർഷങ്ങളിലും അവൾ ശാരീരികമായി അതീവ ജാഗ്രത വേണ്ടവളും ദുർബലയുമാണ്. ലോജിക്. വേട്ടയാടലും കടുത്ത യുദ്ധങ്ങളും നിറഞ്ഞ ഒരു പുരാതന ലോകത്ത് ശാരീരിക കരുത്തുള്ള പുരുഷൻ സംരക്ഷകന്റെയും ഭരണാധികാരിയുടെയും റോളിലേക്ക് വരുന്നത് പ്രകൃതിയുടെ ലളിതമായ നിയമമാണ്. സംരക്ഷിക്കപ്പെടുന്നവർ സംരക്ഷിക്കുന്നവന്റെ അധികാരത്തിന് കീഴിൽ വരിക എന്നത് പ്രകൃതി സഹജമായ ജൈവിക ക്രമമാണ്. 2. പരിണാമ മനഃശാസ്ത്രവും ലൈംഗിക തെരഞ്ഞെടുപ്പും. എവല്യൂഷണറി സൈക്കോളജി ആൻഡ് ഹൈപ്പർഗമി. മനഃശാസ്ത്രപരമായി സ്ത്രീകളും പുരുഷന്മാരും പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലും തങ്ങളുടെ പദവികൾ നിശ്ചയിക്കുന്നതിലും പുരുഷാധിപത്യപരമായ മാതൃകകളെയാണ് അബോധമനസ്സിൽ പിന്തുണയ്ക്കുന്നത്. പരിണാമ മനഃശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഹൈപ്പർഗാമി. സ്ത്രീകൾ എപ്പോഴും തങ്ങളെക്കാൾ സാമൂഹിക പദവിയും സ്റ്റാറ്റസ്, സാമ്പത്തിക ശേഷിയും ശാരീരിക കരുത്തുമുള്ള പുരുഷന്മാരെയാണ് പങ്കാളികളായി തിരഞ്ഞെടുക്കാൻ താൽപ്പര്യപ്പെടുന്നത്. തന്നെയും തന്റെ കുട്ടികളെയും സുരക്ഷിതമായി നോക്കാൻ കെൽപ്പുള്ളൊരു ആൽഫ പുരുഷനെയാണ് സ്ത്രീ മനസ്സ് തിരയുന്നത്. പുരുഷന്റെ മോട്ടിവേഷൻ. സ്ത്രീകൾ ശക്തരായ പുരുഷന്മാരെ തേടുമ്പോൾ പുരുഷന്മാർ സമൂഹത്തിൽ കൂടുതൽ ശക്തിയും പദവിയും അധികാരവും നേടാൻ പരസ്പരം മത്സരിക്കുന്നു. ഈ മത്സരമാണ് പുരുഷനെ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് റോളുകളിലേക്ക് എത്തിക്കുന്നത്. സ്ത്രീകൾ തന്നെ തങ്ങളെക്കാൾ ഉയർന്ന പദവിയിലുള്ള പുരുഷന്മാരെ ആഗ്രഹിക്കുമ്പോൾ സമൂഹം സ്വാഭാവികമായും പുരുഷകേന്ദ്രീകൃതമായി മാറുന്നു. ഇതിനെ മനഃശാസ്ത്രപരമായി തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത് അതിജീവനത്തിനായുള്ള സ്ത്രീയുടെ ജൈവികമായ ആവശ്യമാണ്. 3. പിതൃത്വ അനിശ്ചിതത്വവും പറ്റർണിറ്റി അൺസർട്ടനിറ്റി. ചാരിത്രത്തിന്റെ യുക്തിയും. പുരുഷാധിപത്യം സ്ത്രീകളുടെ ലൈംഗികതയ്ക്കുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ കണിശമായ ഒരു ജൈവിക മനഃശാസ്ത്രമുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി അവളുടേത് തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പാണ്. എന്നാൽ DNA ടെസ്റ്റുകൾ ഇല്ലാതിരുന്ന പുരാതന കാലത്ത് ഒരു പുരുഷന് തന്റെ കുട്ടി തന്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പ്രകൃത്യാ ഒരു വഴിയുമില്ലായിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് സമ്പാദിക്കുന്ന വിഭവങ്ങളും സംരക്ഷണവും മറ്റൊരു പുരുഷന്റെ കുട്ടിക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഒരു പുരുഷന്റെ ജൈവിക മനസ്സ്, എവല്യൂഷണറി സൈക്കോളജി അനുവദിക്കില്ല. തന്റെ വംശം നിലനിർത്താനും തന്റെ ചോരയിലുള്ള കുട്ടിക്ക് വേണ്ടി മാത്രം അധ്വാനിക്കാനും പുരുഷൻ ആഗ്രഹിച്ചതിന്റെ ഫലമായാണ് വിവാഹവും സ്ത്രീകളുടെ ലൈംഗിക നിയന്ത്രണങ്ങളും രൂപപ്പെട്ടത്. ഇത് പുരുഷന്റെ വംശാവലി സുരക്ഷിതമാക്കാനുള്ള ന്യായമായ പ്രതിരോധ തന്ത്രമായിരുന്നു. സമൂഹത്തിൽ പുരുഷന് ലഭിച്ച പദവികൾ സൗജന്യമായി കിട്ടിയതല്ല, മറിച്ച് അവൻ നൽകിയ വലിയ വിലയുടെ പകരമായിരുന്നു. ചരിത്രത്തിലുടനീളം പുരുഷന്മാരാണ് ഡിസ്പോസിബിൾ അല്ലെങ്കിൽ എളുപ്പം ഒഴിവാക്കപ്പെടേണ്ടവരായി ജീവിച്ചത്. പദവി ബൈ ബാധ്യത. പുരുഷൻ. സ്ത്രീ. യുദ്ധമുന്നണികൾ. ജീവൻ പണയം വെച്ച് പോരാടുന്നു. സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നു. കഠിനമായ തൊഴിലുകൾ. ഖനികൾ, നായാട്ട്, കനത്ത നിർമ്മാണങ്ങൾ. ആഭ്യന്തരവും സുരക്ഷിതവുമായ ചുമതലകൾ. അതിജീവന റിസ്ക്. ഏറ്റവും ഉയർന്ന മരണനിരക്ക്.
വംശവർദ്ധനവിനായുള്ള സംരക്ഷണം. ഒരു ഗോത്രത്തിലെ 90% പുരുഷന്മാർ മരിച്ചാലും 10% പുരുഷന്മാരും സ്ത്രീകളുമുണ്ടെങ്കിൽ ആ വംശത്തിന് അതിജീവിക്കാം. അതുകൊണ്ട് തന്നെ കഠിനമായ പണികളും മരണസാധ്യതയുള്ള കാര്യങ്ങളും പുരുഷൻ ഏറ്റെടുത്തു. ഉത്തരവാദിത്തം എവിടെയാണോ അവിടെയായിരിക്കും അധികാരം. സ്വന്തം ജീവൻ നൽകി സമൂഹത്തെയും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ച പുരുഷൻ ആ സമൂഹത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കാനും അത് നിയന്ത്രിക്കാനുമുള്ള അധികാരം കൈയാളിയതിൽ പൂർണ്ണമായ നീതിയുണ്ട്. റിസ്ക് എടുക്കുന്നവനാണ് ലാഭത്തിന് അർഹൻ എന്ന സാമ്പത്തിക യുക്തി പോലെയാണത്. 5. സാമൂഹിക ഘടനയുടെയും സിവിലൈസേഷന്റെയും നിർമ്മിതി. മനുഷ്യൻ ഇന്ന് കാണുന്ന വലിയ നാഗരികതകളും സിവിലൈസേഷൻസ് സാങ്കേതികവിദ്യകളും നിയമവ്യവസ്ഥകളും നിർമ്മിച്ചെടുത്തത് പുരുഷാധിപത്യത്തിന്റെ ഒരു വലിയ ഗുണഫലമായിട്ടാണ്. ലൈംഗിക അച്ചടക്കം. പുരുഷാധിപത്യം കൊണ്ടുവന്ന കർശനമായ വിവാഹ നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾക്കു വേണ്ടിയുള്ള പുരുഷന്മാരുടെ ആഭ്യന്തര കലഹങ്ങൾ കാരണം മനുഷ്യവർഗമെന്നേ നശിച്ചുപോകുമായിരുന്നു. ഒരു സ്ത്രീ ഒരു പുരുഷന് എന്ന നിയമം വന്നതോടെ പുരുഷന്മാർക്കിടയിലെ അനാവശ്യമായ മത്സരങ്ങൾ കുറഞ്ഞു. ഫോക്കസ്ഡ് അധ്വാനം. തന്റെ കുടുംബവും കുട്ടികളും സുരക്ഷിതരാണെന്ന ബോധ്യം പുരുഷനുണ്ടായപ്പോൾ അവൻ തന്റെ ഊർജ്ജം മുഴുവൻ ശാസ്ത്രം, കല, നിർമ്മാണം, തത്വശാസ്ത്രം എന്നിവയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്ന് നാം അനുഭവിക്കുന്ന ആധുനിക സൗകര്യങ്ങളുടെയെല്ലാം അടിത്തറ പുരുഷന്റെ ഈ ഫോക്കസ്ഡ് അധ്വാനമാണ്. ഉപസംഹാരം. പുരുഷാധിപത്യം എന്നത് സ്ത്രീവിരുദ്ധമായ ഒരു ഗൂഢാലോചനയല്ല, മറിച്ച് സ്ത്രീയുടെയും പുരുഷന്റെയും ജൈവികമായ ആവശ്യങ്ങളെയും പരിമിതികളെയും പരസ്പരം പൊരുത്തപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവർഗം വികസിപ്പിച്ചെടുത്ത ഏറ്റവും കാര്യക്ഷമമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ശാരീരികവും മനഃശാസ്ത്രപരവുമായ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിൽ തികച്ചും ന്യായവും പ്രായോഗികവുമായിരുന്നു. പ്രകൃതി ഏൽപ്പിച്ച കഠിനമായ ചുമതലകൾ പുരുഷൻ ഭംഗിയായി നിർവഹിച്ചതുകൊണ്ട് മാത്രമാണ് മനുഷ്യവർഗം ഇന്നത്തെ സിവിലൈസേഷനിലേക്ക് എത്തിച്ചേർന്നത്.